വെൽക്കം ബാക്ക്. UK ഗവൺമെൻറ് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിലെ പല സജഷൻസും പ്രായോഗികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കോട്ടിഷ് ഗവൺമെൻറ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പറഞ്ഞ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ ചില സജഷൻസ് ജൂലൈ 22 കൂടി നിയമമായി മാറിയപ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ സജഷൻസ് പലതെങ്കിൽ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് മാറുന്നു എന്ന് കാണിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ, അതും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് സ്കോട്ടിഷ് ഗവൺമെൻറ്. ഇപ്പോൾ എന്തൊക്കെയാണ് സ്കോട്ടിഷ് ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന സജഷൻസ്, അല്ലെങ്കിൽ സ്കോട്ടിഷ് ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സ്കോട്ടിഷ് ഗ്രാജുവേറ്റ് വിസ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അവർ പറയുന്നത് ഇമിഗ്രേഷൻ ഫീസിലുണ്ടായിട്ടുള്ള വർധനവിനെ കുറിച്ചാണ്. അതിനകത്ത് തന്നെ IHS ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജിൻ്റെ കാര്യമാണ്. 624 IHS 2024 1035 UK ഗവൺമെൻറ് ഉയർത്തിയത്. സ്കോട്ടിഷ് ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് ഈ ഒരു വർധനവ് കാരണം സ്കിൽഡ് വർക്കർ വിസയ്ക്ക് ഏറ്റവും ലെസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് UK മാറുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വർധനവ് കുറച്ചും കൂടെ പ്രപ്പോർഷനേറ്റ് ആക്കിയ ഒരു വിസ ഫീസിലോട്ട് മാറ്റുന്നതാണ് ഉചിതമെന്നും അവർ സജസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സജഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വർക്ക് ഫോഴ്സിൻ്റെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ള നിയമം എടുത്തു മാറ്റണമെന്നും അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് അനുവദിക്കണമെന്നുമാണ് സ്കോട്ടിഷ് ഗവൺമെൻറ് പറയുന്നത്. അതിനവർ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ 2024 മെയ്ക്കും 2025 ജൂണിനും ഇടയ്ക്ക് ഈ ഒരു ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിലെ ഈ ഒരു സോഷ്യൽ കെയർ സെക്ടറിനകത്ത് ഏകദേശം 81% ആപ്ലിക്കേഷൻസിനകത്ത് ഡ്രോപ്പ് വന്നു എന്നാണ്. ഈ ഒരു കുറവ് സ്കോട്ട്ലൻഡിൻ്റെയും UKയുടെയും ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഒട്ടും നല്ലതല്ല എന്നും സ്കോട്ടിഷ് ഗവൺമെൻറ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നൊരു നിയമം UK ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. എന്നാൽ സ്കോട്ട്ലൻഡിൽ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അതിൽ എക്സംഷൻ കൊടുക്കണമെന്നും സ്കോട്ട്ലൻഡ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് അനുവദിക്കണമെന്നുമാണ് സ്കോട്ട്ലൻഡ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത സജഷൻ എന്ന് പറയുന്നത്. ഇതിനായിട്ട് അവർ നിർത്തുന്ന കാരണങ്ങൾ എന്ന് വെച്ചാൽ സ്കോട്ടിഷ് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു അംബിഷനാണ് ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് സ്കോട്ട്ലൻഡിനെ മാറ്റണം എന്നുള്ളത്. ഈ റൂൾസ് ചേഞ്ചസ് കാരണം അവരുടെ ആ ഒരു അംബിഷൻ അവർക്ക് സാധ്യമാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇതുകൂടാതെ ഇങ്ങനെ വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് സ്കോട്ടിഷ് എക്കോണമിയിലേക്ക് കാര്യമായ സംഭാവനകൾ നടത്തുന്നുണ്ടെന്നും സ്കോട്ടിഷ് ഗവൺമെൻറ് ഈ ഒരു സജഷനിൽ പറയുന്നുണ്ട്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സജഷൻ. സ്കോട്ടിഷ് ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് ഇവിടെ പഠിച്ച് ഇറങ്ങുന്ന ഗ്രാജുവേറ്റ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ്. ഓൾറെഡി തന്നെ പോപ്പുലേഷൻ ചലഞ്ചസും അതുപോലെ തന്നെ ലോങ് ടൈം സ്കിൽ ഷോർട്ടേജും ഫേസ് ചെയ്യുന്ന സ്കോട്ട്ലൻഡിന് ഈ ഒരു ഗ്രാജുവേറ്റ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് വലിയൊരു ചലഞ്ചായി മാറിയിരിക്കുകയാണ്. സ്കോട്ടിഷ് ഗവൺമെൻറ് UK ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഓപ്ഷൻസ് നൽകണമെന്നും അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നാളത്തെ സജഷനായിട്ടുള്ള സ്കോട്ടിഷ് ഗ്രാജുവേറ്റ് വിസ റൂട്ട് പ്രഖ്യാപിക്കണമെന്നുമാണ്. സ്കോട്ടിഷ് ഗവൺമെൻറ് ഈ ഒരു 2 ഇയർ ഗ്രാജുവേറ്റ് വിസ റൂട്ട് വഴി കൂടുതൽ ഗ്രാജുവേറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് വിസയ്ക്ക് ശേഷം ഈ ഒരു സ്കിൽഡ് വർക്കർ വിസയ്ക്ക് ആവശ്യമായിട്ടുള്ള സാലറി ത്രഷോൾഡ് നേടാൻ അവരെ കേപ്പബിൾ ആക്കി മാറ്റാനും ഈ ഒരു സ്കോട്ടിഷ് വിസയ്ക്ക് സാധിക്കുമെന്നുമാണ് സ്കോട്ടിഷ് ഗവൺമെൻറ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സീസണൽ അഗ്രികൾച്ചർ വർക്ക് വിസയുടെ കാര്യമാണ്. സീസണൽ അഗ്രികൾച്ചർ വർക്ക് വിസയുടെ നമ്പേഴ്സ് കുറച്ച് കൂടുതൽ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഡിസിഷൻ UK ഗവൺമെൻറ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല. അതായത് സ്മോൾ ടു മീഡിയം സ്കെയിൽഡായിട്ടുള്ള അഗ്രികൾച്ചർ കമ്പനികൾക്ക് ഈ ഒരു ഓട്ടോമേഷൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണൽ അഗ്രികൾച്ചർ വർക്കേഴ്സിൻ്റെ വിസ അലോക്കേഷൻ കുറയ്ക്കുന്നതിന് പകരം അത് ഇൻക്രീസ് ചെയ്യണമെന്നും സ്കോട്ട്ലൻഡ് ഗവൺമെൻറ് പറയുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതലായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക.